നന്മ ചെയ്യുവാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ പൊതുദർശന പരിപാടിയോടനുബന്ധിച്ച് പരിശുദ്ധാത്മാവും സഭയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രഭാഷണ പരമ്പരയിലാണ് ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പാപ്പ വിശദീകരിച്ചത്. കർത്താവിൻ്റെ ആത്മാവുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനായ മനുഷ്യനും സ്വതന്ത്രനായ ക്രിസ്ത്യാനിയെന്നും പാപ്പ പറഞ്ഞു. സാധാരണ മനസ്സിലാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ സ്വാതന്ത്ര്യമാണിത്. ഒരു വ്യക്തിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമാണിതെന്നും പാപ്പ വ്യക്തമാക്കി. പ്രവാചകരും സങ്കീർത്തകനും മറിയവും യേശുവും അപ്പോസ്തലന്മാരും പരിശുദ്ധാത്മാവിനെ റൂഹ എന്ന പദം ഉപയോഗിച്ചാണ് വിളിച്ചിരുന്നത്. പരിശുദ്ധാത്മാവിനെ സ്ഥാപനങ്ങളിലും നിയമങ്ങളിലും നിർവചനങ്ങളിലും അടച്ചുപൂട്ടാനുള്ള പ്രലോഭനത്തിനെതിരെ പാപ്പ മുന്നറിയിപ്പ് നൽകി. പരിശുദ്ധാത്മാവാണ് സ്ഥാപനങ്ങൾക്കും സംവിധാനങ്ങൾക്കും രൂപം നൽകുന്നതും അതിനെ ചലനാത്മകമാക്കുന്നതും. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്ഥാപനവൽക്കരിക്കാനാവില്ലെന്ന് പാപ്പ വ്യക്തമാക്കി. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതുപോലെ ആത്മാവ് തൻ്റെ ദാനങ്ങൾ ഇഷ്ടമുള്ളവർക്ക് നൽകുന്നതായി വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ വ്യക്തമാക്കി.